അഭിയേട്ടൻ ഇന്ന് എങ്ങോട്ടും പോവണ്ട, ഇന്ന് എൻ്റെ കൂടെ നിൽക്കുമോ പ്ലീസ്? അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്ന് ചോദിക്കുന്നവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു അവൻ. പതിഞ്ഞ ശബ്ദത്തിൽ ഒന്ന് മൂളുന്നതിൻ്റെ കൂടെ അവളുടെ നെറ്റിയിൽ അവൻ ഒന്ന് ചുണ്ടുകൾ അമർത്തി. സുമാൻറ്റി കൊടുത്ത ജ്യൂസും പിടിച്ച് വെറുതെ ബാൽക്കണിയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ചിത്രയെ കണ്ടാണ് അവൻ മുറിയിൽ നിന്ന് ബാൽക്കണിയിലേക്ക് വന്നത്. കുടിക്കാൻ കൊടുത്ത ജ്യൂസും കയ്യിൽ പിടിച്ച് മറ്റെങ്ങോ നോക്കിയിരിക്കുന്ന അവളെ കണ്ടതും സംശയത്തിൽ അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ചിത്ര, പുറകിൽ നിന്ന് അഭി വിളിച്ചതും ഒന്ന് ഞെട്ടിക്കൊണ്ട് ചിത്ര തിരിഞ്ഞു നോക്കി. എന്താലോചിച്ച് നിൽക്കുവാ, വേഗം ജ്യൂസ് കുടിക്ക്. പറയുന്നതിൻ്റെ കൂടെ അവളുടെ കയ്യിലുള്ള ജ്യൂസ് വാങ്ങി അവളുടേതിന് വായിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു അവൻ. എന്നിട്ട് ജ്യൂസും കുടിക്കാൻ മടി കാണിക്കുന്നവളെ നോക്കി ഒന്ന് കണ്ണ് കൂർപ്പിച്ചതും തനിക്ക് വേണ്ടെങ്കിൽ കൂടി അവൾ അതെങ്ങനെയോ കുടിച്ചു തീർത്തു. കൈയോടെ അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി മാറ്റിവെച്ചതിന് ശേഷം അവൾക്കെതിരെയുള്ള ചെയറിലേക്ക് അവനും ഇരുന്നു. പിന്നെ പതിയെ അവളുടെ 2 കാലും എടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ച് സാവധാനത്തിൽ പിടിച്ചു കൊടുത്തു. മനുവേട്ടന് തോന്നുന്നുണ്ടോ ഞാൻ പണത്തിന് വേണ്ടിയാ മനുവേട്ടൻ്റെ കൂടെ നിൽക്കുന്നതെന്ന്? കണ്ണ് നിറച്ച് തന്നെ നോക്കി ചോദിക്കുന്ന ചിത്രയെ കാണെ അവൻ അവളെ ഒന്ന് ഗൗരവത്തിൽ നോക്കി. പിന്നെ ഒന്നും പറയാതെ തൻ്റെ ജോലി തുടർന്നു. എന്നാൽ ഉടനെ തൻ്റെ കാൽ അവൻ്റെ മടിയിൽ നിന്ന് വലിച്ചെടുത്തിരുന്നു ചിത്ര. പറ മനുവേട്ട, അങ്ങനെ തോന്നിയോ? കണ്ണ് നിറച്ച് വീണ്ടും ചിത്ര ചോദിച്ചതും അവളുടെ കാൽ വീണ്ടും തൻ്റെ മടിയിലേക്ക് വെച്ചിരുന്നു അവൻ. വീണ്ടും ആ കാല് പിടിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ അവൻ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നിയിരുന്നുവെങ്കിൽ ഒരിക്കലും നീ എൻ്റെ ഭാര്യയായി, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി ഇവിടെ നിൽക്കില്ലായിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് സങ്കടപ്പെടരുത്. പറഞ്ഞു നിർത്തുന്നതിൻ്റെ കൂടെ അവൾ അപ്പോഴും നിറഞ്ഞ കണ്ണുകളിൽ പ്രണയം നിറച്ച അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ. അപ്പോഴും അഭി അവൻ്റെ ജോലി തുടർന്നു. കുറച്ചു നേരത്തിന് ശേഷം ഡോറിൽ ആരോ തട്ടുന്നത് പോലെ തോന്നിയതും പതിയെ ചിത്രയുടെ കാൽ ചെയറിലേക്ക് വെച്ച് അഭി എഴുന്നേറ്റു പോയി. കതക് വലിച്ചു തുറന്ന അഭിയുടെ മുൻപിൽ നിൽക്കുന്ന ആളെ ഗൗരവത്തിലൊന്ന് നോക്കി. എന്തു വേണം? തൻ്റെ മുൻപിൽ നിൽക്കുന്നവൻ നോക്കി അത് ചോദിക്കുമ്പോൾ അവനോടുള്ള മുഴുവൻ അനിഷ്ടവും ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എല്ലാം എൻ്റെ തെറ്റാ, ഞാനൊന്നും അറിഞ്ഞില്ല. പെട്ടെന്ന് അങ്ങനെയൊക്കെ. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഏട്ടത്തിയോട് മാപ്പ് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. ഒരുവിധം തപ്പിത്തടഞ്ഞാണ് ചന്ദ്രു അത്രയും പറഞ്ഞു പൂർത്തിയാക്കിയത്. അവൻ്റെ മനസ്സ് നിറയെ പറഞ്ഞു പോയതോർത്തുള്ള കുറ്റബോധവും ഏട്ടനെയും ഏട്ടത്തിയെയും പറഞ്ഞതോർത്തുള്ള സങ്കടവുമായിരുന്നു. എന്നാൽ അവനെ ഗൗരവത്തിൽ നോക്കിയതിനു ശേഷം അഭിയുടെ മറുപടിയും വന്നിരുന്നു. വേറെന്തെങ്കിലും ഉണ്ടോ? മാറിൽ കൈപ്പിണച്ചു കെട്ടി തന്നെ നോക്കി ഗൗരവത്തിൽ ചോദിക്കുന്നവനെ നോക്കി ഇനിയൊന്നും പറയാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും ഒന്നുമില്ലെന്ന് ആംഗ്യം കാണിച്ചത്. പിന്നെ ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ കതക് വലിച്ചടച്ച മുറിക്കകത്തേക്ക് കയറിപ്പോയിരുന്നു അവൻ. എന്നാൽ ആ ഡോറിനപ്പുറം നിന്നവൻ്റെ ഹൃദയത്തിൽ വലിയൊരു പാറക്കല്ലെടുത്ത് വെച്ച ഭാരമായിരുന്നു. ഇതേ സമയം വലിഞ്ഞു മുറുകിയ മുഖത്തോടു കൂടി അകത്തേക്ക് കയറി വരുന്നവനെ കണ്ടതും ബാൽക്കണി ഡോറ് ക്ലോസ് ചെയ്ത് മുറിക്കകത്തേക്ക് കയറിയിരുന്നു ചിത്ര. അവളുടെ കണ്ണുകൾ ബെഡിൽ ലാപ്പ് തുറന്നു വെച്ചിരിക്കുന്നവനിലേക്ക് പോയി. ക്ഷമിക്കായിരുന്നു, സത്യമറിയാതെ പറഞ്ഞു പോയതല്ലേ. അവൻ്റെ അടുത്തേക്കിരുന്ന് ആരോടെന്നില്ലാതെ ചിത്ര പറയുമ്പോൾ അവളെ ഗൗരവത്തിലൊന്ന് നോക്കിയിരുന്നു അവൻ. ഒരു ക്ഷമയിൽ ഒതുക്കാവുന്ന വാക്കുകളല്ല അവൻ നിന്നോട് പറഞ്ഞത്. അത് എനിക്ക് അത്ര വേഗം മറക്കാനും കഴിയില്ല. അവളെ നോക്കി ശാന്തമായാണ് അഭി പറയുന്നത് എങ്കിലും അവൻ്റെ വാക്കുകളിലെ കാഠിന്യം അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. മനുവേട്ട, പതിഞ്ഞ ശബ്ദത്തിൽ ചിത്ര അവനെ വിളിക്കുന്നതിൻ്റെ കൂടെ ആ കൈകൾ കൂടെ കവർന്നിരുന്നു. എന്നാൽ അവളെ നോക്കാതെ ആ കൈ തട്ടി മാറ്റി നടന്നു നീങ്ങിയിരുന്നു അവൻ. അഭിയെ ഒന്ന് നോക്കിയതിനു ശേഷം ചിത്ര അവൻ്റെ അടുത്തേക്ക് നടന്നു. മനുവേട്ട, എനിക്ക് കുറച്ച് വർക്കുണ്ട്. പറയുന്നതിൻ്റെ കൂടെ ഗൗരവത്തിൽ ലാപ്പും തുറന്ന് മടിയിൽ വെച്ച് അതിൽ കാര്യമായി എന്തോ ചെയ്യുന്നവനെ അവളൊന്ന് നോക്കി. പിന്നെ മുറിയുടെ കതക് തുറന്ന് പുറത്തേക്ക് പോയി. പുറത്ത് ഗാർഡൻ ഇരിക്കുമ്പോൾ ചന്ദ്രുവിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. നിമിഷങ്ങളും സെക്കൻഡുകളും കടന്നു പോകുന്നതിനനുസരിച്ച് അവൻ്റെ ഉള്ളിലുള്ള മാനസിക സമ്മർദ്ദം കൂടിക്കൊണ്ടിരുന്നു. അഭിയോ ചിത്രയോ തന്നോട് ക്ഷമിച്ചെന്ന് പറയാതെ തനിക്കിനി മനസ്സമാധാനം കിട്ടില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. പറഞ്ഞുപോയ വാക്കുകളുടെ കാഠിന്യവും ചെയ്തു പോയ പ്രവൃത്തിയും അവനെ വല്ലാതെ തളർത്തുന്നത് പോലെ തോന്നി. മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയ ചിത്ര പോയത് അടുക്കളയിലേക്കാണ്. അവിടെ തിരക്കിട്ട് പാകം ചെയ്യുന്ന സുമി ചേച്ചിയുടെ അടുത്തേക്കായിരുന്നു ചിത്ര പോയത്. തൻ്റെ പുറകിൽ എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ സുമേച്ചി തൻ്റെ അടുത്തേക്ക് വരുന്ന ചിത്രയെ കണ്ടതും വേഗം കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓറഞ്ച് എടുത്ത് ജാറിലേക്കിട്ടു. മോളിത അവിടെ ഇരുന്നു, ചേച്ചി ഇപ്പോൾ ജ്യൂസ് തരാം.
പറയുന്നതിൻ്റെ കൂടെ അടുക്കളയിൽ ഒരു സൈഡിലിട്ടിരിക്കുന്ന ചെയറിലേക്ക് അവർ ചൂണ്ടി. അവരെ ഒന്ന് നോക്കി ചിരിച്ചതിനു ശേഷം അവരുടെ അടുത്ത് വന്ന് എടുത്തു വെച്ചിരുന്ന പച്ചക്കറി ഓരോന്നായി കട്ട് ചെയ്തു തുടങ്ങിയിരുന്നു അവൾ. കുഞ്ഞിതൊന്നും ചെയ്യണ്ട, അബിക്കുഞ്ഞ് കണ്ട എന്നെ വഴക്ക് പറയും. മോൾ അവിടെ ചെന്നിരിക്ക് പോ. പറയുന്നതിൻ്റെ കൂടെ അവളുടെ കൈ പിടിച്ച് ചെയറിലേക്ക് ഇരുത്തിയിരുന്നു അവർ. പിന്നെ വേഗം കയ്യിലുള്ള ജ്യൂസ് അവൾക്ക് കൊടുക്കുകയും ചെയ്തു. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചതാ, എനിക്കിപ്പോൾ വേണ്ട. എന്നാൽ ചിത്ര പറയുന്നതൊന്നും കേൾക്കാതെ അവൾക്കടുത്തേക്ക് കൈ നീട്ടിയിരുന്നു. എന്ന് മാത്രമല്ല അത് മുഴുവൻ അവളെ കുടിപ്പിക്കുകയും ചെയ്തു. അടുക്കളയിലേക്ക് വരുന്ന ആവണി കാണുന്നത് അത് കണ്ടുകൊണ്ടാണ്. എന്നാൽ അതേസമയം അടുക്കളയിലേക്ക് കയറി വരുന്ന ആവണിയെ കണ്ടപ്പോൾ ചിത്രയുടെ മുഖമൊന്ന് മങ്ങി. അവൾക്ക് മുഖം കൊടുക്കാതെ ചിത്ര പെട്ടെന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം വേദനയോടെയാണ് ആവണി നോക്കി നിന്നത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മുകളിലെ മുറിയിലേക്ക് പോയി ചിത്ര അവിടെ എവിടെയും അബിയെ കാണാതായതും ബാൽക്കണിയിലേക്ക് പോയി. അവിടെ പുറത്തേക്ക് നോക്കി നിന്ന് സിഗരറ്റ് വലിക്കുന്ന അബിയെ കണ്ടതും ചിത്ര അവനടുത്തേക്ക് നടന്നു. അതേസമയം തൻ്റെ അടുത്തേക്ക് വരുന്ന ചിത്രയെ കണ്ട ഉടനെ കയ്യിലുള്ള സിഗരറ്റ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നു അവൻ. ഉടനെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ആ തോളിൽ ചാഞ്ഞു നിന്നു ചിത്ര. ആ സമയത്താണ് അബിയുടെ ഫോണിലേക്ക് ഒരു മിസ് കോൾ വരുന്നത്. കിഷോർ എന്ന് കണ്ടതും അബി വേഗം അത് ചെവിയോട് ചേർത്തു. അതേസമയം മറുപുറത്തു നിന്നും കേട്ട വാർത്തയിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു ചിത്ര. നിർത്താതെയുള്ള കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടാണ് സനജെന്ന് കതക് തുറന്നത്. മുന്നിൽ നിൽക്കുന്ന അബിക്കും ചിത്രയ്ക്കും ഒരു ചമ്മിയ ചിരി നൽകി അവൾ. അതേസമയം അബിയുടെ അടുത്ത് നിൽക്കുന്ന ചിത്ര സനയെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. കിഷോർ? ഗൗരവത്തിലുള്ള അബിയുടെ ചോദ്യം ഉണർന്നതും തല തുടച്ചുകൊണ്ട് അവിടേക്ക് വന്ന കിഷോറിൻ്റെ ശ്രദ്ധ അവരിലേക്ക് തിരിഞ്ഞു. കയറി വാടാ. അബിയും കിഷോർ ഇരിക്കുന്നിടത്തേക്ക് 2 കപ്പ് കോഫിയും കൊണ്ടുവന്ന് സന കൂടെ ചിത്രയുമുണ്ട്. തൻ്റെ കയ്യിലുള്ള ടിക്കറ്റ് എടുത്ത് കിഷോറിന് നേരെ നീട്ടി അബി. ഈവനിങ് ആണ് ഫ്ലൈറ്റ്, 2 പേരും ഹണിമൂൺ ആഘോഷിച്ചിട്ട് വാ, എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ദിവസം യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങുമ്പോൾ എല്ലാവരിലും സന്തോഷം മാത്രമായിരുന്നു. അന്ന് വൈകിട്ട് തന്നെ സനയും കിഷോറും മലേഷ്യയിലേക്ക് പോയി. അവരെ സന്തോഷപൂർവ്വം യാത്രയാക്കിയതിനു ശേഷം ചിത്രയും അബിയും വീട്ടിലേക്ക് പിരിയുമ്പോൾ സമയം രാത്രി 9 മണി കഴിഞ്ഞിരുന്നു. മുൻപോട്ട് കാറ് പതിയെ നീങ്ങി തുടങ്ങിയതും അബിയുടെ തോളിലേക്ക് ചാഞ്ഞുറക്കം പിടിച്ചിരുന്നു ചിത്ര. തൻ്റെ തോളിൽ കിടന്നുറങ്ങുമ്പോൾ കണ്ടതും കാറൊന്ന് സൈഡാക്കി സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അവളെ കംഫർട്ട് ആക്കിയതിന് ശേഷമാണ് അബി ഡ്രൈവ് ചെയ്ത് തുടങ്ങിയത്. പതിയെ കാറ് മുന്നോട്ട് പോയതും അതിന് മുൻപിലേക്ക് സ്പീഡിൽ ഒരു ലോറി വന്നതും ഒന്നിച്ചായിരുന്നു. അബിയുടെ കാറിനെ തട്ടിത്തെറിപ്പിച്ച് ആ ലോറി മുൻപോട്ട് പോയതും ലോറിയിലിരിക്കുന്ന ഡ്രൈവറിൻ്റെ ഫോണിൽ നിന്ന് സക്സസ് എന്നൊരു മെസ്സേജ് വേറൊരു നമ്പറിലേക്ക് പോയിരുന്നു. ഇതേ സമയം വീട്ടിൽ ബാൽക്കണിയിലെ ചെയറിൽ ചാരിയിരിക്കുവാണ് ചന്ദ്രു. അവൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. പെട്ടെന്ന് തൻ്റെ ഫോൺ നിർത്താതെ റിങ് ചെയ്യുന്നത് കേട്ടതും അതേ അസ്വസ്ഥതയോടെ തന്നെ അവൻ ആ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. അതിൽ കേട്ട വാർത്തയിൽ പകച്ചു പോയവൻ വസ്ത്രം പോലും മാറാതെ അതേ ട്രാക്ക് പാൻസും ഒരു ടീഷർട്ടും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സാകെ പൊള്ളിപ്പിടയുന്നത് പോലെ തോന്നി. മുൻപോട്ട് പോയ അവൻ്റെ കാർ സിറ്റി ഹോസ്പിറ്റലിന് മുൻപിൽ നിന്നതും അതിൽ നിന്നിറങ്ങി ടെൻഷനോടെ മുൻപോട്ട് നടന്നിരുന്നു. റിസപ്ഷനിലെത്തി അവൻ ആദ്യം ചെന്നത് ഐസുവിന് മുൻപിലാണ്. തലയിൽ ഒരു വലിയ കെട്ടുമായി വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ശ്വാസമെടുക്കുന്നവനെ കണ്ടതും അവൻ്റെ ശ്വാസം നിന്നു പോയതുപോലെ തോന്നി. തകർന്ന മനസ്സോടെ ചന്ദ്രു ചെയറിലേക്ക് ഇരിക്കുമ്പോൾ മനസ്സ് മുഴുവൻ ഡോക്ടർ പറഞ്ഞ വാക്കുകളായിരുന്നു. ഹെഡ് ഇഞ്ചറി, 48 മണിക്കൂർ കഴിയാതൊന്നും പറയാൻ കഴിയില്ല. പെട്ടെന്നാണ് അവൻ്റെ മനസ്സിലേക്ക് ചിത്രയുടെ മുഖം കടന്നു വന്നത്. അവൾ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ ചിത്ര വലിയ പരുക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്ന് അറിയുന്നത്. പക്ഷേ ഇതുവരെ അവൾക്ക് ബോധം വന്നിട്ടില്ല. അന്നത്തെ രാത്രി ഒന്ന് ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ ചന്ദ്രു ആ ഹോസ്പിറ്റൽ തന്നെ ചിലവഴിക്കുമ്പോൾ തൻ്റെ ഏട്ടനൊന്നും വരുത്തല്ലേ എന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു ആ മനസ്സ് നിറയെ. തങ്ങളുടെ നേരെ ചീറിപ്പാഞ്ഞു വരുന്ന ലോറി വലിയ ശബ്ദത്തോടെ അത് തങ്ങളുടെ കാറിൽ ഓടിക്കുന്ന ചിത്രയും കണ്ടാണ് ചിത്ര കണ്ണു തുറന്നത്. അപ്പോൾ അവളുടെ ശരീരം വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. അതേസമയം അവളുടെ കണ്ണുകൾ ഭയത്തോടെ ചുറ്റും നോക്കി. അപ്പോഴും മനസ്സിൽ തെളിഞ്ഞു നിന്നത് തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന അബിയുടെ ചിത്രമാണ്. മനുവേട്ട എന്ന് വിളിച്ചുറക്കെ കരയുമ്പോൾ മനസ്സ് നിറയെ അവനെക്കുറിച്ചുള്ള വേവലാതിയായിരുന്നു. അവനെന്തെങ്കിലും പറ്റിക്കാണുമോ എന്നുള്ള ഭയം. എന്നാൽ അതേസമയം അവളുടെ ശബ്ദം കേട്ട് അകത്തേക്ക് വന്ന നഴ്സ് അവളെ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അബിയെ ചോദിച്ച് ബഹളം വയ്ക്കുന്ന ചിത്രയോട് അവർക്ക് അവനെക്കുറിച്ച് പറയേണ്ടി വന്നു. അതോടെ അവൾ തളർന്നു പോയി.
ഇതേ സമയം മുറിക്ക് പുറത്തു നിൽക്കുകയായിരുന്ന ചന്ദ്രുവിന് അവളുടെ അവസ്ഥയിൽ വല്ലാത്ത വേദന തോന്നി. ബോധം വന്ന ഉടനെ അബിയെ കാണണമെന്ന് പറഞ്ഞു ബഹളം വെച്ച ചിത്രയെ ഐസുവിൻ്റെ ഗ്ലാസ് ഡോറിലൂടെ മാത്രം അവളെ കാണാൻ അനുവദിച്ചു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവളാകെ തളർന്നു പോയിരുന്നു. അബിയുടെ ഈ അവസ്ഥ അവൾക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. തൻ്റെ കുഞ്ഞിനെ കുറിച്ച് പോലും ചിന്തിക്കാതെ ഭക്ഷണവും വെള്ളവുമില്ലാതെ തളർന്നിരിക്കുന്നവളെ നോക്കി നിൽക്കാൻ മാത്രമേ ചന്ദ്രുവിനും കഴിഞ്ഞുള്ളൂ. ഐസുവിന് മുൻപിൽ തളർന്നിരിക്കുന്നവളെ കാണി വല്ലാത്ത വേദന തോന്നി അവന്. ഒന്ന് സഹായത്തിനോ ആശ്വസിപ്പിക്കാനോ ആരുമില്ലാതെ തളർന്നിരിക്കുന്ന അവളെ കാണി അവൻ്റെ ഉള്ളു നീറി. ഏട്ടൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നവൾ. അവന് ഹൃദയം നീറുന്നത് പോലെ തോന്നി. ഒരു കുപ്പി ഓറഞ്ച് ജ്യൂസ് വാങ്ങി അവൻ അവൾക്കടുത്തേക്ക് നടന്നു. തന്നെ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. പക്ഷേ ഈ അവസ്ഥയിൽ ഇങ്ങനെ തുടരാൻ അനുവദിച്ചുകൂടാ. ഏട്ടത്തി, അത്രയും പതിഞ്ഞതായിരുന്നു അവൻ്റെ ശബ്ദം. ഒരേ സമയം തൻ്റെ പ്രവൃത്തിയിലെ കുറ്റബോധവും അവളെ ഫേസ് ചെയ്യാനുള്ള മടിയും അവനെ തളർത്തുന്നുണ്ടായിരുന്നു. എന്നാൽ മറ്റേതോ ലോകത്തെന്ന പോലെ ഇരുന്നവൾ പതിയെ തല ഉയർത്തി നോക്കി. തനിക്കടുത്ത് ചുവന്ന കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്നവനെ അവൾ ഒന്ന് നോക്കി. അതേസമയം ചെയറിൽ തളർന്നിരിക്കുന്നവളുടെ അടുത്തേക്ക് ചന്ദ്രു തൻ്റെ കയ്യിലുള്ള ജ്യൂസ് ബോട്ടിൽ നീട്ടി. ഇന്നലെ രാത്രി മുതൽ ഒന്നും കഴിക്കാതിരിക്കുവല്ലേ, ഏട്ടത്തി ഇതെങ്കിലും കുടിക്ക്, അല്ലെങ്കിൽ തളർന്നു പോകും. കരുതൽ നിറഞ്ഞ അവൻ്റെ വാക്കുകൾക്കില്ല എന്ന് തല കാണിച്ചു നിറഞ്ഞ മിഴികളോടെ ചിത്ര തല താഴ്ത്തി. തൻ്റെ പ്രാണനാണ് അകത്ത് കിടക്കുന്നത്. തനിക്കൊരു ജീവിതം തന്ന, തനിക്ക് പ്രണയം തന്ന തൻ്റെ ഭർത്താവായ അദ്ദേഹം ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും തൻ്റെ തൊണ്ടയിൽ നിന്നിറങ്ങില്ല. ഏട്ടത്തിയുടെ ദുഃഖം എനിക്ക് മനസ്സിലാകും. പക്ഷേ ഏട്ടത്തി ഒന്നും കഴിക്കാതിരുന്ന കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലോ? ഏട്ടൻ നാളെ കണ്ണു തുറന്ന് കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഏട്ടത്തി എന്താ പറയുക? അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ ഇത്ര നേരം പട്ടിണി കിട്ടൂ എന്നോ? അവളെ നോക്കി ചന്ദ്രു ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ നിറഞ്ഞു നിന്ന ആ കണ്ണിൽ നിന്ന് ഒരു തുള്ളി താഴേക്ക് പതിച്ചു. ഏട്ടത്തി കുടിക്ക്, ഏട്ടനൊന്നും വരില്ല. ഒറ്റക്കായെന്ന് കരുതല്ലേ, ഞാനുണ്ട് എപ്പോഴും. അവളുടെ കയ്യിലേക്ക് ആ ബോട്ടിൽ വെച്ച് ഒരു ചെറുചിരിയോടെ ചന്ദ്രു പറയുമ്പോൾ അവളുടെ കണ്ണുകൾ അവൻ്റെ നിറഞ്ഞ കണ്ണുകളിലായിരുന്നു. ചിത്ര അവൻ്റെ തോളിലേക്ക് ചായുമ്പോൾ ഒരു സഹോദരൻ്റെ സ്നേഹത്തോടെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവൻ. കുറച്ചു നേരം അതയിരിപ്പിരുന്നതിന് ശേഷം പതിയെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ചന്ദ്രു. ഏട്ടത്തി കുടിക്ക് പറയുന്നതിൻ്റെ കൂടെ അടപ്പ് തുറന്ന് വാട്ടർ ബോട്ടിൽ അവൾക്കടുത്തേക്ക് നീട്ടിയതും അല്പം അടിച്ചാണെങ്കിലും പതിയെ ആ വെള്ളം കുടിച്ചു തുടങ്ങിയിരുന്നു അവൾ. പിന്നെയും ആ ചെയറിൽ തന്നെ ഇരിക്കുന്നവളെ മുറിയിലേക്ക് അയക്കാൻ ചന്ദ്രു ഒരുപാട് ശ്രമിച്ചു. എങ്കിലും അബി കണ്ണു തുറക്കാതെ ഇവിടെ നിന്ന് എവിടേക്ക് മാറില്ല എന്ന് പറഞ്ഞ് ഷാഠ്യം പിടിക്കുന്നവളെ പറഞ്ഞു തിരുത്താൻ അവനും കഴിഞ്ഞില്ല. മര്യാദയ്ക്ക് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ആ പാവം പെണ്ണ് ഐസുവിന് മുൻപിൽ തളർന്നിരിക്കുന്നത് കാണി ചിത്രയുടെ മനസ്സിൽ അബിക്കുള്ള സ്ഥാനം എന്താണെന്ന് ചന്ദ്രു മനസ്സിലാക്കിയിരുന്നു. അന്ന് ഒരു ഉച്ച സമയമായപ്പോഴേക്കും ആവണി കൂടെ ഹോസ്പിറ്റലെത്തിയിരുന്നു. തളർന്ന അവശയായി ഐസുവിൻ്റെ മുൻപിലുള്ള ചെയറിലിരിക്കുന്ന ചിത്രയെ കാണി ആവണിക്ക് വല്ലാത്ത വേദന തോന്നി. അതേസമയം അതുവരെ ചിത്രയുടെ അടുത്തിരുന്ന് ചന്ദ്രു അവളെ അവനടുത്തേക്ക് വിളിച്ചു. ഏട്ടത്തി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ചന്ദ്രു ഡോക്ടറുടെ അടുത്തേക്ക് നടക്കുമ്പോൾ മനസ്സ് നിറയെ ആ രണ്ട് മുഖങ്ങളായിരുന്നു. എന്നാൽ അപ്പോഴും നിറഞ്ഞ കണ്ണുകളുമായി തൻ്റെ പ്രാണനു വേണ്ടി ആ ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു അവൾ. തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആവണിയെ കണ്ടെങ്കിലും അവളെ ഒന്ന് ശ്രദ്ധിക്കാനും അവളോട് സംസാരിക്കാനുമുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു ചിത്ര. എന്നാൽ തിളച്ചു പൊങ്ങുന്ന അവളുടെ ഹൃദയം മനസ്സിലാക്കിയതുപോലെ തൻ്റെ കൈകൊണ്ട് ചിത്രയെ കൈ പൊതിഞ്ഞു പിടിച്ചിരുന്നു അവൾ.